ബംഗ്ലാദേശിൽ നിന്ന് മുഹമ്മദ് യൂനസ് നരേന്ദ്രമോദിക്ക് ഒരു കത്തയച്ചിരിക്കുന്നു. വിശക്കുന്നു മോദി സാബ്, അരി വേണം, 50,000 ടൺ അരി തന്ന് ഉടനെ ഞങ്ങളുടെ വിശപ്പ് മാറ്റണം. ഇങ്ങനൊരു കത്ത് നേരത്തെ അയച്ചിരുന്നു, കഴിഞ്ഞ ഡിസംബറിൽ ഇങ്ങനെ അയച്ചപ്പോൾ പ്രളയമാണ്, കഴിക്കാനൊന്നുമില്ല, അരി തരണം, 50,000 ടൺ തരണമെന്ന് ചോദിച്ചു. നമ്മൾ 27,000 ടൺ അരി കൊടുത്തു. സൗജന്യമായിട്ട് പണ്ട് കൊടുക്കുമായിരുന്നു, ഇത്തവണ സൗജന്യമായിട്ട് കൊടുത്തില്ല. നമ്മുടെ ഇന്ത്യയിലെ കമ്പനികൾക്ക് ടെൻഡർ വിളിക്കാൻ പറഞ്ഞു. ടെൻഡർ വിളിച്ചിട്ട് പട്ടാബി അഗ്രാ ഫുഡ്സ് എന്ന് പറയുന്ന കമ്പനി ഏറ്റവും ലോവസ്റ്റ് ടെൻഡർ കൊടുത്തു. ടണ്ണിന് $477 അവർ അരി കൊടുക്കാം എന്ന് തയ്യാറായപ്പോൾ അവർ കൊടുത്തോളാൻ ഇന്ത്യ ഗവൺമെൻറ് അനുവാദം കൊടുത്തു. ആ 27,000 ടൺ പോരല്ലോ ഒരു നാട്ടിലെ ജനതയ്ക്ക് ജീവിക്കാൻ. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വിശക്കുന്നു അരി തരണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ബംഗ്ലാദേശ്. പള്ളക്കടിച്ച് നിലവിളിക്കുകയാണ് അല്ലേ? സത്യമാണ്. ഈ യാഥാർത്ഥ്യം പക്ഷേ ഇടയ്ക്കിടെ മറന്നുപോകുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശിൻ്റെയും മുഹമ്മദ് യൂനുസിൻ്റെ ഒരു പ്രശ്നം. ഇന്ത്യ ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇല്ല. ബംഗ്ലാദേശ് അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഒരു മൂത്ത സഹോദരനെ പോലെ ഓടിയെത്തി രക്ഷിച്ചൊരു നാടാണ്. ഇത്രയും കാലം അതിനെ ചേർത്ത് നിർത്തി സംരക്ഷിച്ച നാടാണ്. വേണമെങ്കിൽ ബംഗ്ലാദേശിനെ ചരിത്രത്തിൽ പലപ്പോഴും കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിൽ ബംഗ്ലാദേശിനെ കുത്തിവലിക്കാൻ ആഗോള സാമ്രാജ്യത്വ ശക്തികൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇന്ത്യയുടെ ഒരു ബ്രദർഹുഡാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സാഹോദര്യമാണ് ബംഗ്ലാദേശിനെ രക്ഷിച്ചത്. ഏറ്റവും ഒടുവിൽ പക്ഷേ ആ ഒരു ചിത്രം മാറിയതിൻ്റെ ഫലം കൂടിയാണ് ഇപ്പോഴത്തെ ഈ ദാരിദ്ര്യം. പട്ടിണി എപ്പോഴും, സാറിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ബംഗ്ലാദേശിൽ വന്ന് അടിഞ്ഞതാണ്, കടലിലൂടെ ഒഴുകി വന്ന് അടിഞ്ഞതാണ്. അഭയം കൊടുക്കാൻ അവരുടെ കയ്യിലൊന്നുമില്ല. നരേന്ദ്രമോദി ആണ് അവിടെ 300 വീടുകൾ, 300 3,000 എൻ്റെ ഒരു ഓർമ്മ, അവർക്ക് 3,000. ആലോചിച്ച് നോക്കൂ, റോഹിംഗ്യൻ മുസ്ലിംസാണ്. നമ്മൾ സംരക്ഷിക്കേണ്ട യാതൊരു ബാധ്യത. ഉയ്ഗൂർ മുസ്ലിങ്ങളെ ചൈനക്കാരാണ്, അതുപോലെ തന്നെ അഭയാർത്ഥികളായിട്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പോലും സ്വന്തമായി നിൽക്കാനും അന്നവും വെള്ളവും ഇല്ലാത്ത ഒരു നാടാണ്. എന്നിട്ട് പോലും ആ നാട്ടിൽ വന്ന അഭയാർത്ഥികളെ രക്ഷിക്കാൻ പോലും ഇന്ത്യ ഗവൺമെൻറ് സഹായം കൊടുത്തു. ഞാനത് അന്ന് വലിയ തോതിൽ അത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു ന്യൂസായിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ചെയ്തിരുന്നു. അത് ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യയുടെ ഒരു മനസ്സും സംസ്കാരവുമാണത്. ഈ പട്ടിണി കിടക്കുന്ന മനുഷ്യൻ, അഭയം തേടി വന്ന മനുഷ്യൻ, അവനെ ചേർത്ത് പിടിക്കുക. അത് നമ്മുടെ മണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ്റെ വീട്ടിലാണ് എത്തിയതെങ്കിലും അവനെ സംരക്ഷിക്കാനുള്ള സഹായം കൊടുക്കുക. ആ ഇന്ത്യയോട് പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി, ഇപ്പോൾ ഈ മുഹമ്മദ് യൂനുസ് ഇപ്പോൾ അവിടെ നൂലിൽ കെട്ടി ഇറക്കിയ ഭരണാധികാരിയാണല്ലോ, ചീഫ് അഡ്വൈസർ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഭരണഘടനയ്ക്ക് ബാഹ്യമായ ഒരു അധികാര കസേരയാണ്. വലിയ കസേര. ഭരണഘടനയിൽ അങ്ങോട്ട് പോസ്റ്റ് ഇല്ല. ആരുടെ അഡ്വൈസറാണ് ചീഫ് അഡ്വൈസർ? ആരുടെ അഡ്വൈസർ അറിയില്ല. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. ബംഗ്ലാദേശ് ഭരണഘടനയിലില്ല. ആരെയാണ് നിങ്ങൾ അഡ്വൈസ് ചെയ്തത്? അതാണ് അത്. വല്ലാത്ത അഡ്വൈസ് ചെയ്തത് വളരെ കൃത്യമാണ്. നമ്മൾ പലപ്പോഴും വിലയിരുത്തിയതുപോലെ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ കഴിഞ്ഞ കലാപം ഉണ്ടാക്കിയതിൻ്റെ എന്തായിരുന്നു യഥാർത്ഥ കാരണം? ഇന്ത്യയോട് ചേർന്ന് ബംഗ്ലാദേശ് വിമോചന സമരം നയിച്ച അവാമി ലീഗിന് തെറ്റാണ്, ആവശ്യമില്ലാത്തതാണ്. ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ആ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അവർ വിളിക്കുന്ന ഈ ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്ത പാർട്ടികൾക്ക് തീർച്ചയായിട്ടും അത് അവാമി ലീഗാണ്. ഇന്ത്യയിലാണ് എങ്കിൽ അത് പിൽക്കാലത്ത് പലതായി വന്നതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണല്ലോ അതിൻ്റെ പാരമ്പര്യം കിട്ടുക. അവാമി ലീഗിൻ്റെ പ്രവർത്തകന്മാർക്കും അവരുടെ മക്കൾക്കുമൊക്കെ സംവരണം. അത് ഹസീനയല്ല കൊണ്ടുവന്നത്, ബംഗ്ലാദേശ് കോടതിയുടെ ഉത്തരവായിരുന്നു. മണിപ്പൂർ കലാപം ഉണ്ടാക്കിയത് മെയ്ത്തികൾക്ക് സംവരണം കൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടതിന് ശേഷം സുപ്രീം കോടതി അത് റദ്ദാക്കുകയും ചെയ്തു. എന്നിട്ടും മണിപ്പൂരിൽ കലാപം നടന്നതുപോലെ ബംഗ്ലാദേശിലെ കോടതിയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് സംവരണം കൊടുക്കാൻ പറഞ്ഞത്. എന്തായാലും അത് നീക്കിയതുമാണ്, അത് പിന്നീട് തള്ളിക്കളഞ്ഞതും മാറ്റിയതുമാണ്. എന്നിട്ടും കലാപം നടന്നു. ആ കലാപത്തിലാണ് നമ്മൾ പറയുന്നത് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടത്, ജോർജ് സോറൻ നേരിട്ട് വന്നത്. മീൻസ് അദ്ദേഹത്തിൻ്റെ കലാപത്തിന് പണം കൊടുക്കുക, എന്നിട്ട് അവിടെ കലാപം ഉണ്ടാക്കി തീർക്കുക, എന്നിട്ട് തക്ക സമയത്ത് ഇതിൻ്റെ മുഴുവൻ പ്ലാനിങ്ങും നടത്താൻ വിദേശത്ത് ഇരുന്ന് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മുഹമ്മദ് യൂനുസിനെ ചുമതലപ്പെടുത്തുക. മുഹമ്മദ് യൂനുസിനെ എൻ്റെ പാരമ്പര്യവും ട്രാക്ക് റെക്കോർഡും നോക്കിയാൽ ഒരു ഇൻ്റർനാഷണൽ ഫിഗറായിട്ട് ഇദ്ദേഹത്തെ നോബൽ പ്രൈസ് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരിക. ഒരു ഫൈനാൻസിയർ മാത്രമായ, അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ബ്ലേഡുകാരൻ, മൈക്രോ ഫൈനാൻസിൻ്റെ ഒരു ജനറൽ മാനേജർ എന്നൊക്കെ വിളിക്കാവുന്ന ഒരാളെ സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ഒരു കൾട്ടിനെ വളർത്തിക്കൊണ്ടുവരിക. അദ്ദേഹത്തെ വിദേശത്തിരുത്തിക്കൊണ്ട് സ്വന്തം നാട്ടിലെ കുട്ടിക്കുരങ്ങന്മാരെ, വിദ്യാർത്ഥികളെയാണ് ഇറക്കി വിട്ടത്, അവരെ കൊണ്ട് കലാപം ഉണ്ടാക്കുക. ചെറിയ കലാപമല്ല, ഭരണകൂടത്തിൻ്റെ മുഴുവൻ ഔദ്യോഗിക മന്ദിരങ്ങളും അടിച്ച് തകർക്കുക. എന്നിട്ട് പ്രാണനും കൊണ്ട് അവിടുന്ന് പ്രധാനമന്ത്രിക്ക് ഓടേണ്ടി വരിക. ഓടുമ്പോൾ നമ്മൾ അഭയം കൊടുക്കുക. ഇപ്പോൾ അവിടെ നടക്കുന്ന മുഹമ്മദ് യൂനുസിൻ്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്?
ഒന്ന്, ഇദ്ദേഹം പറയുന്നത് ഇത് കൃത്യമായി ചെയ്യുന്ന ഒരു കാര്യം, ഹസീനയെ കൊണ്ടുപോയി വിചാരണ ചെയ്യണം ഈ യുദ്ധ കോടതിയുടെ മുമ്പിൽ. ഈ കലാപം ഒരു കാര്യം ആലോചിച്ച് നോക്കൂ സാറേ, ഏത് രാജ്യത്ത് കലാപം ഉണ്ടായാലും ഇപ്പൊ നമ്മുടെ നാട്ടിലെ വർഗീയ കലാപങ്ങൾക്ക് അറുതി വരുന്നത് എങ്ങനെയാ? ഷാർപ്പായ നിലപാട്. ഒരു പക്ഷേ നരേന്ദ്രമോദി വന്നതിന് ശേഷം നമുക്കത് വേണമെങ്കിൽ പെട്ടെന്ന് പറയാം. കൂത്തുപറമ്പിൽ വെടിവെപ്പ് ഉണ്ടായി, MV രാഘവനെ തടഞ്ഞു. തടഞ്ഞതിന്റെ പേരിൽ അന്നത്തെ മുഖ്യമന്ത്രിയെ കൊലക്കേസിന്റെ വെടിവെപ്പുണ്ടായതിന്റെ പേരിൽ കേസെടുക്കുന്നതിൽ എന്താ മുഖ്യമന്ത്രിയെ പ്രതിയാക്കാൻ പറ്റുമോ? പറ്റില്ല. കലാപം വന്നാൽ അത് അടിച്ചമർത്താനും അത് സമാധാനം വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമല്ലോ. അതിന്റെ പേരിൽ ആ കൊലപാതകങ്ങൾക്ക് മുഴുവനും ഉത്തരവാദി ഹസീനയാണെന്ന് പറഞ്ഞിട്ട് അവരെ ഇപ്പോൾ അവിടുത്തെ യുദ്ധക്കോടതി വിചാരണക്ക് കാത്തിരിക്കുകയാണ്. ഡേറ്റ് കൊടുത്ത് പലതവണ മാറ്റിവെച്ചതാ. ഹസീനയെ കൈ കിട്ടിയാൽ ശരിപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് അയാൾ. ഒന്ന്. രണ്ട്, അയാൾ പറയുന്നത് 2027 ഇലക്ഷൻ നടത്തുമെന്ന് പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ആഗോള സമൂഹം അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾ ജനാധിപത്യ പ്രക്രിയ വേണമല്ലോ, ഭരണഘടന അതാണല്ലോ, എന്ന് നടത്തും. അപ്പോൾ 2027 രണ്ടാം പാതിയിലെങ്കിലും നടത്തുമെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ നടത്തുന്നതിന് മുമ്പ് അയാൾ ഒരു ഭരണപരിഷ്കാരം പറഞ്ഞിട്ടുണ്ട്, അവാമി ലീഗിനെ നിരോധിക്കും എന്ന് വെച്ചാൽ ആ രാജ്യത്തെ ഉണ്ടാക്കി അല്ല, ആ രാജ്യത്തെ ഇയാളെ കസേരയിൽ എടുത്തിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിക്കും BNPക്കും വലിയ പങ്കുണ്ട്. ആ രണ്ട് പാർട്ടികളും അവിടുത്തെ റൈറ്റ് വിങ് ആണ്. എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ഇസ്ലാമിക് ഫണ്ടമെന്റൽസ് ആണ് ഈ രണ്ടു കൂട്ടരും. വേറൊരു കാര്യം അറിയോ സാറിന്? ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ ഇവിടത്തെ പോലെ തന്നെ എല്ലാ സ്വാതന്ത്ര്യ സമരത്തിനും അവരെതിരാണ്. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തവരാണ് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി. അവർ പറഞ്ഞത് വേണ്ട, നമുക്കൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണല്ലോ അന്ന് പാകിസ്ഥാൻ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് പോകണം, ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ നമ്മൾ കലാപം കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തവരാ. പിന്നീട് അവരവിടുത്തെ വലിയ ഭീകരവാദികളും വലിയ തീവ്രവാദികളുമായി തീർന്നു ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ സഹായത്തോടെയാണ് ഈ കലാപം. അപ്പോൾ അത്തരക്കാരെ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP ഇവർ രണ്ടു കൂട്ടരും കൂടി ഒരു മുന്നണിയായി മത്സരിച്ചാലും അല്ലെങ്കിലും കണക്കാണ്, അവരെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള അജണ്ട. അവാമി ലീഗിനെ പൂർണ്ണമായും ദേശീയ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഇതൊക്കെ ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഇന്ത്യക്ക് താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യ പറയുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, അവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ സംരക്ഷിക്കണം, തീർച്ചയായും ക്ഷേത്രങ്ങൾ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം കഴിഞ്ഞ ദിവസവും അവിടെ ഈ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു ഒക്കെ ചെയ്തുകൊണ്ട് കാളി ക്ഷേത്രം നശിപ്പിച്ചു. ഇങ്ങനെ നിരന്തരം ഹിന്ദുക്കൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമത്തെ തടയാൻ ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ചെറുവിരൽ അനക്കുന്നില്ല മുഹമ്മദ് യൂനസ്. എന്നും മാത്രമല്ല, ചൈനയിൽ ചെന്നിട്ട് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഒരു ലാൻഡ് ലോക്ക്ഡ് ആണ്, ഞങ്ങൾക്ക് മാത്രമേ കടലുള്ളൂ എന്ന് പറഞ്ഞാൽ ചിക്കൻ നെക്ക് ഭാഗം ആ സിലിഗുരി മേഖല വേണ്ടി വന്നാൽ കട്ട് ചെയ്തിട്ട് ഇന്ത്യക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള എൻട്രി അവസാനിപ്പിക്കാൻ കഴിയുന്നൊരു ഭീഷണി പോലും ഈ യൂനുസ് പുറപ്പെടുവിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല സാറേ. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടനെ മുഹമ്മദ് യൂനുസ് പോകുന്നത് ചൈനയിലേക്കാണ്. എന്നിട്ട് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ ഇന്ത്യ നടത്തുന്ന അധിനിവേശം. അതും പറഞ്ഞു. അതിന് അങ്ങ് സഹായിക്കുമെങ്കിൽ, ചൈന സഹായിക്കുമെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. ആര്? ചൈനയും ബംഗ്ലാദേശും ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറാണ് എന്ന ഇതെല്ലാം പറഞ്ഞ ഇയാൾ എന്തുകൊണ്ടാണ് അരി വേണമെന്ന് പാകിസ്ഥാനോടോ ചൈനയോടോ ചോദിക്കാത്തത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. മാനവും നാണവും ഉണ്ടെങ്കിൽ ഒരു കാരണവശാൽ ഈ സമയത്ത് ഇന്ത്യയോട് ചോദിക്കാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല, ഇന്ത്യക്കെതിരെ വലിയ ക്രിമിനൽ കുറ്റം അദ്ദേഹം ചാർത്തിയിട്ടുണ്ട്. ഹസീനയെ ഒളിപ്പിച്ചിരിക്കുന്നു, ഹസീനയെ രക്ഷപ്പെടുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ യുദ്ധ കുറ്റവാളിയായ ഷെയ്ഖ് ഹസീനയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്നുവെച്ചാൽ അതിഭീകരമായ ഒരു കുറ്റമാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് പ്രാണനും കൊണ്ട് ഓടി വന്നൊരു സഹോദരിക്ക് അഭയം കൊടുത്താണ് നമ്മൾ ചെയ്ത കുറ്റം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. സാറ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അവാമി ലീഗ് അവിടെ ഇത്രയും കാലം ഭരിച്ചു? 20 കൊല്ലത്തിലേറെ അവർ ഭരിച്ചല്ലോ. അവിടുത്തെ GDP പറഞ്ഞ ഗ്രോത്ത് റേറ്റ് കൂട്ടി വലിയ തോതിലായി. ഇന്ത്യ ഒരു ഘട്ടത്തിൽ ഇന്ത്യയേക്കാൾ കൂടിയ നിലയിലേക്ക്, കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയേക്കാൾ കൂടിയ നിലയിലേക്ക് വളർച്ച പറ്റി. സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, മതേതരവും ദേശീയവുമായൊരു നിലപാട്, ബംഗബന്ധുവിൻ്റെ ഒരു കാഴ്ചപ്പാട് ഹസീന പുലർത്തിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, അവരുടെ ഭരണകാലത്ത് സാമാന്യമായി വലിയ അപകടമില്ലാതെ അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷം കഴിഞ്ഞു പോയിരുന്നു എന്നുള്ള അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അവർക്കെതിരെ വലിയ കലാപം നടക്കുന്നു, അവരെ കൊല്ലുന്നു, അവരെ ആക്രമിക്കുന്നു, അവരെ ഓടിക്കുന്നു, എന്നിട്ട് അതിർത്തിയിൽ നിന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള സംഗതികൾ നടക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഷെയ്ഖ് ഹസീനയുടെ ഭരണം കുറെ കൂടി മാനവികവും കുറെ കൂടി മതേതരവും. ഷെയ്ഖ് ഹസീനയുടെ നാട്ടിൽ വലിയ കലാപം നടക്കുകയാണ് ഇപ്പോൾ ഹസീനയുടെ അനുകൂലിക്കുന്ന ആളുകളും വിരുദ്ധരും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ. എനിക്ക് തോന്നുന്നു ഈ മുഹമ്മദ് യൂനുസ് ചെയ്യാൻ പോകുന്നത് 2 കാര്യം. ഒന്ന്, ആ രാജ്യത്തെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു, എന്നിട്ട് നിലവിളിക്കുന്നു,
ഞാൻ വല്ലതും തരണേ വിശക്കുന്നേന്ന് പറഞ്ഞു. അതൊരു ഭാഗത്ത്, അത് അപമാനകരമായൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ആ നാട്ടിൽ ഈ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് അവാമി ലീഗിനെ കൂടി വിശ്വാസത്തിലെടുക്കുകയും കൂടി ചെയ്തുകൊണ്ടല്ലാതെ എങ്ങനെ ജനാധിപത്യ പ്രക്രിയ നടക്കുക? ആ നാട് ചുടലക്കപ്പറമ്പാക്കിയിട്ട് കുട്ടിച്ചോറ്. വളരെ സിമ്പിളാണ് ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ ഡിസംബറിൽ ഈ അരി ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേർ പറഞ്ഞു മോദി ഒരു കാരണവശാലും കൊടുക്കരുത്, അരി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം പിന്നെ അരി നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തില്ല, ടണ്ണിന് $477 നിരക്കിൽ എപ്പോഴും ഇന്ത്യൻ കമ്പനി കൊടുത്തു. അതിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉണ്ടായി. ഇക്കുറിയും വീണ്ടും അരി ചോദിച്ച് വന്നിരിക്കുകയാണ്. കൊടുക്കാനാണ് സാധ്യത. കാരണം ഈ മോദി സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോദി സർക്കാർ ബംഗ്ലാദേശ് എന്ന സഹോദര രാജ്യത്തോട് എപ്പോഴും സഹോദര ഭാവേനയാണ് പെരുമാറിയിട്ടുള്ളത്. അതല്ലാതെ പെരുമാറാൻ സാധ്യമല്ല. അത് മോദിജി പറഞ്ഞ ഒരു വാക്കിൽ അതുണ്ട്, ഇന്ത്യ വിശ്വഗുരുവാണ്. അത് എല്ലാവരോടും, ശത്രുവിനോട് പോലും സ്നേഹം കാണിക്കുകയും സഹോദരൻ്റെ ക്രിമിനൽ കുറ്റങ്ങളെപ്പോലും പൊറുക്കുകയും ചെയ്യുന്നൊരു വലിയ മനസ്സ് ഇന്ത്യക്കുണ്ട്. ഭാരതീയമായ മനസ്സാണ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നത്. അത് ഈ നാട്ടിലെ ലീഗുകാരനും സുഡാപ്പിക്കും മനസ്സിലാകത്തില്ല. അവർക്ക് മനസ്സിലായാൽ നല്ലത്. ഇതാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ് അവരിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇന്ത്യ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് ഈ നാടിന് ഇങ്ങനെ ഒരു മനസ്സും സംസ്കാരവും ഉള്ളതുകൊണ്ടാണ്. അത് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.